രാജ്യത്തിന്റെ പ്രത്യേകത കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ഈ പുത്തൻ വിദ്യാഭ്യാസ നയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള PM-ശ്രീ പദ്ധതി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ മുഴുവൻ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ LDF സർക്കാർ ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള കായികവൽക്കരണ നടപടിയോട് യോജിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് LDF സർക്കാർ സന്നദ്ധമായിരുന്നില്ല. ആ PM-ശ്രീയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം ഉണ്ടാക്കണമെന്നും LDF ആഗ്രഹിച്ചിരുന്നില്ല. യഥാർത്ഥത്തില് MOയുടെ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്ന ഭാഗമായിരുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ട ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാലാകാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് തടയുന്ന നില വന്നപ്പോൾ ആ രംഗത്ത് അത് റിലീസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് MOU ഒപ്പിടുന്ന നില LDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. അത് പിന്നീട് എല്ലാ തരത്തിലും വ്യക്തമായി. LDF സർക്കാരിന്റെ കാലത്ത് PM-ശ്രീ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്നത്. UDF വന്ന ഉടനെ UDF ആ ഘട്ടത്തിൽ PM-ശ്രീ പദ്ധതിക്കെതിരെ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അത് BJPയും LDFും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണ് എന്ന് വരുത്താനാണ് അവർ ശ്രമിച്ചിരുന്നത്. വ്യാപകമായ പ്രചരണം അതിന്റെ ഭാഗമായി അഴിച്ചുവിടുകയും ചെയ്തു. കേരളം ജനവിധിയിലൂടെ UDFന്റെ കയ്യിലേക്ക് ഭരണം മാറുന്ന ദിവസം വരെ ഇതേ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരുന്നത്. അത് PM-ശ്രീ എന്നത് ശക്തമായി എതിർക്കുന്നു. കഠിനമായിട്ട് പരാമർശങ്ങൾ നടത്തിയവരുണ്ട്. അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഞങ്ങൾ വന്നാല് ഇത് LDF BJP ഡീലിന്റെ ഭാഗമാണ് എന്നെല്ലാം നിലപാടെടുത്തവര് ഗവൺമെന്റ് തങ്ങളുടെ കയ്യിലായതോടെ പഴയ നിലപാടുകളിൽ നിന്ന് തീർത്തും തകിടം മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. അത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമെല്ലാം പിന്നീട് PM-ശ്രീ നടപ്പാക്കുന്നതിന്റെ വാദങ്ങൾ അവതരിപ്പിക്കുന്ന നിലയാണ് വന്നത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കങ്ങളുണ്ടായി, വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ UDFന്റേതായ ഔദ്യോഗിക നിലപാട് പുറത്തു വന്നിരുന്നില്ല. അതായത് UDF യോഗം ചേർന്ന് UDFന്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. ആ യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അങ്ങനെ PM-ശ്രീ പദ്ധതി നടപ്പാക്കുക എന്നതാണ് അവർ അംഗീകരിച്ച നിലപാട്. അപ്പോ PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നുവെന്ന നയപരമായ തീരുമാനം UDF സമിതി തീരുമാനിച്ച കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുന്ന നിലയുമുണ്ടായി. അപ്പോ മുഖ്യമന്ത്രിക്ക് പുറമെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒറ്റയടിക്ക് മറുകണ്ഠം ചാടുന്ന നിലയാണ് ഉണ്ടായത്. എന്താണ് ഇതിനുള്ള ന്യായീകരണം? മെയ് 4 മുൻപ് നമ്മുടെ സംസ്ഥാനത്തെ LDFും BJPയും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണ് PM-ശ്രീ എന്ന് പറഞ്ഞവർക്ക് അതിനുശേഷം PM-ശ്രീ അംഗീകരിക്കുമ്പോൾ അതേത് ഡീലിന്റെ ഭാഗമാണ്? അവർക്ക് തന്നെ സ്വയം ചാർത്തി കിട്ടുന്ന വിശേഷണം എന്താണ്? ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്താനായിരുന്നു നേരത്തെ ശ്രമങ്ങൾ ഉണ്ടായത്. അതിലൊന്ന്, LDF സർക്കാർ PM-ശ്രീയുടെ ഭാഗമായുള്ള ഫണ്ട് കൈപ്പറ്റിയെന്നതായിരുന്നു ഉയർത്തിയ ഒരു ആരോപണം. അതോടൊപ്പം MOU ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. MOU ഒപ്പിട്ടാൽ
പിന്നെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനേ പറ്റില്ല. ഇതായിരുന്നു രണ്ടാമത് സമർത്ഥിക്കാൻ നോക്കിയ കാര്യം. ഇത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ നിയമസഭയിലും പുറത്തും തങ്ങളുടെ വാദം സമർത്ഥിക്കാനുള്ള വാദങ്ങൾ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിന്നെ കൃത്യമായത് പുറത്തു വന്നു. LDF സർക്കാർ MOU ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. ആ MOU നയപരമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ LDF സർക്കാർ മരവിപ്പിച്ചിരുന്നു. മാത്രമല്ല, ആ മരവിപ്പിച്ച കാര്യം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. മാത്രമല്ല, അന്നത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കേന്ദ്രത്തിൽ പോയി ബന്ധപ്പെട്ടവരെ കണ്ട് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, PMC പദ്ധതി നടപ്പാക്കാൻ സ്വീകരിക്കേണ്ട തുടർ നടപടികളുണ്ട്. ആ തുടർ നടപടികളിൽ ഒന്നുപോലും സ്വീകരിച്ചിരുന്നില്ല എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ LDFന് സുവ്യക്തമായ നിലപാടായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പദ്ധതിയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് ആദ്യം പറഞ്ഞു പരത്താൻ UDF ശ്രമിച്ചെങ്കിലും ആ വാദത്തിൽ പ്രചരണത്തിൽ ഒരടിസ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്ന വിശദീകരണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തവണയല്ല പലതവണയായി ഉണ്ടായി എന്നത് നമുക്കറിയാം. PMC ഫണ്ട് കേരളത്തിന് ലഭിച്ചില്ല എന്ന് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ നിയമസഭയിൽ വ്യക്തമാക്കേണ്ടിയും വന്നു. പിന്നീട് MOU ഒപ്പിട്ടത് കാരണം അതിൽ നിന്ന് പിന്മാറാനാവില്ല എന്നതിലാണ് UDF പിടിച്ചു നിന്നത്. അത് മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ടവരെല്ലാം വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ യാതൊരു അവ്യക്തതയും ഇല്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്ന പ്രചരണം തീർത്തും വ്യാജ പ്രസ്താവനയായിരുന്നു എന്നതും ഇപ്പോ വ്യക്തമായി കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് PV അബ്ദുൽ വഹാബ് പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടിയിലൂടെ വ്യക്തമായത്. അതില് ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട നൽകാതെയുള്ള മറുപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. പദ്ധതിയിൽ ചേരാതിരിക്കുകയോ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുകയോ ചെയ്താൽ എന്താണ് പ്രത്യാഘാതം? അതായിരുന്നു ചോദ്യം. ഒപ്പിടാതിരിക്കുകയോ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്താൽ PMC പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇതായിരുന്നു മന്ത്രിയുടെ മറുപടി. അതായത് ആ മറുപടിയിലൂടെ വ്യക്തമാകുന്നത് നിയമപരമായി പിന്മാറാൻ ഒരു തടസ്സവും ഇല്ല എന്നതാണ്. അപ്പോ വ്യക്തമായി കേന്ദ്ര സർക്കാർ ആ നിലപാട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കാവ്യ അജണ്ടകള് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള പുതിയ വിദ്യാഭ്യാസ പദ്ധതി, അതിന്റെ ഭാഗമായാണ് PMC കൊണ്ടുവന്നത്. അതാണ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ തയ്യാറല്ല എന്ന നിലപാട് LDF സർക്കാർ നേരത്തെ മുതൽ സ്വീകരിച്ചത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ SSK ഫണ്ട് തടയുന്ന സാഹചര്യം വന്നപ്പോൾ MOU ഒപ്പിട്ട് എന്നത് ശരിയാണ്. പക്ഷേ PMC ഫണ്ട് സ്വീകരിച്ചിട്ടില്ല. PMC ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി നൽകിയിട്ടുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ PMC നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ സ്വീകരിച്ചിട്ടുമില്ല. ഇപ്പോൾ സ്കൂളുകളുടെ പട്ടിക നൽകാനും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിരിക്കുക. PMC പദ്ധതി പൂർണ്ണാർത്ഥത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. മോഡൽ സ്കൂളുകൾ സ്ഥാപിക്കാൻ നൽകുന്ന ഫണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ
വ്യവസ്ഥകൾ പ്രകാരമുള്ള പാഠ്യപദ്ധതി ഒഴിവാക്കാൻ എങ്ങനെ കഴിയും? അത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും വിശദീകരിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. കാരണം PMC പദ്ധതി നടപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചാൽ അതിന്റെ PMCയുടെ ഫണ്ട് വാങ്ങിയാൽ അതിന്റെ മറ്റു വ്യവസ്ഥകൾ ഒഴിവാക്കി കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ ജനങ്ങളെ അതോടൊപ്പം തന്നെ UDFന്റെ അണികളെയും ഒരുപോലെ പറഞ്ഞു പറ്റിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. LDFനെതിരെ വലിയ തോതിലുള്ള നുണപ്രചരണം BJPയുമായി ഡീൽ എന്ന് പ്രചരിപ്പിച്ചവര് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മാപ്പ് പറയലാണ്. പാഠ്യപദ്ധതിയിൽ സംഘപരിവാർ അജണ്ടകൾ കുത്തി നിറക്കുന്ന PMC പദ്ധതി LDF BJP ഡീലിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കുകയാണ് എന്ന് സ്വന്തം അണികളെയും ജനങ്ങളിൽ ഒരു വിഭാഗത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവര്, അത്തരം കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചവര് ഇപ്പോ അധികാരത്തിലേറി ഉടനെ തന്നെ നയം മാറ്റിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ സ്വന്തം അണികളെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് കോൺഗ്രസും ഇന്ത്യൻ മുസ്ലിം ലീഗും UDF ആകെയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് എന്തിനാണ് വാശി കാണിക്കുന്നത്? സംഘപരിവാറിന് കീഴടങ്ങി ജനങ്ങളെ ഒറ്റുകൊടുത്തതിന് കേരളത്തിൽ ലഭിക്കുന്ന ബ്ലഡ് മണിയായി PMC ഫണ്ടിനെ കാണുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇത് തീർത്തും വഞ്ചനാപരമായ നിലപാടാണ്. പക്ഷെ നാം കാണേണ്ടത് ഇത് ഒറ്റപ്പെട്ടതല്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത് അംഗീകരിച്ചതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെതായ വഴിക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. കോൺഗ്രസിന് PMC പദ്ധതിയോട് വലിയ വിയോജിപ്പില്ല. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ PMC പദ്ധതി നടപ്പാക്കുന്നതിൽ പങ്കാളിയായി കോൺഗ്രസ് മാറിയത്. കേരളത്തില് LDF ഭരിക്കുമ്പോൾ PMC എതിർത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് PMCയോടുള്ള എതിർപ്പായിരുന്നില്ല. PMCയുടെ മേലെ LDFനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത്. ഞാൻ ആ ഭാഗം നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു, കൂടുതൽ ആവർത്തിക്കുന്നില്ല. LDFന് PMCയോട് യോജിപ്പുണ്ടായിരുന്നില്ല. SSK ഫണ്ട് തടഞ്ഞതിന്റെ ഭാഗമായി ആ ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടാൻ ഉള്ള ഒപ്പിടലാണ് നടന്നത്, MOU ഒപ്പിടലാണ് നടന്നത്. MOU ഒപ്പിട്ടപ്പോഴും ഒരു തുടർ നടപടിയും സ്വീകരിച്ചില്ല. എന്നാൽ കേരളത്തിൽ മാത്രം ആ ഘട്ടത്തിൽ കോൺഗ്രസും UDFും PMCക്കെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് BJP സർക്കാർ നടപ്പാക്കുന്ന കാവ്യവൽക്കരണ അജണ്ട അത് ശരിയായ രീതിയിൽ എതിർക്കാനുള്ള ആർജവം രാജ്യത്ത് ഒരിടത്തും കോൺഗ്രസ് സർക്കാരുകൾ കാണിച്ചിട്ടില്ല. അതാണ് നാം കാണേണ്ട കാര്യം. അതേ മാതൃക കേരളത്തിലും ആവർത്തിക്കപ്പെടും എന്ന ആശങ്കയാണ് ഇവിടെ നേരത്തെ മുതൽക്ക് ഉയർന്നത്. PMCയോടുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കിയ ഘട്ടത്തിൽ തന്നെ ഈ ആശങ്ക പൊതുസമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട്. നമ്മുടെ പാഠ്യപദ്ധതിയുടെ കാര്യം അറിയാലോ. മഹാത്മാഗാന്ധിയുടെ വധം, മുഗൾ ചരിത്രം, ഇതൊന്നും കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. വർഗീയ വിഭാഗീയ ചിന്തകള്, വലിയ തോതിൽ അന്ധവിശ്വാസങ്ങള് പാഠ്യപദ്ധതിയിൽ വൻതോതിലാണ് കുത്തിക്കയറ്റുന്നത്. ഇതിനെ നേർക്കുനേരെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുമോ? എവിടെയെങ്കിലും അങ്ങനെ എതിർക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോ ചുരുങ്ങിയ നാളുകളാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടായത്. ഈ നാളുകൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ സംഘപരിവാറിന് മുന്നിൽ കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്ന നിലയാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കണ്ട കാര്യങ്ങൾ ഒന്നും വിശദമാക്കുന്നില്ല. വന്ദേ മാതരത്തിന്റെ കാര്യം, സർവകലാശാലകളിൽ RSSകാരെ കുത്തി നിൽക്കുന്ന പ്രശ്നം, വഖഫ് ബോർഡിന്റെ പ്രശ്നം, ഇതിന്റെ മറ്റൊരു പതിപ്പാണല്ലോ. അതിന്റെയും ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിച്ചോളാം
എന്ന നിലപാടല്ലേ UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള അനേകം വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് പൂർണ്ണമായും വ്യക്തമാക്കുന്നത് RSS വിധേയത്വമാണ്. ഇത്തരത്തിലുള്ള എല്ലാ നിലപാടുകളെയും ന്യായീകരിക്കാനാണ് മുസ്ലിം ലീഗ് തയ്യാറാവുന്നത്. മതനിരപേക്ഷതക്കും മതസ്വാതന്ത്ര്യത്തിനും ഭംഗം വരുത്തുന്ന പൊതുവായ നടപടികൾ, ഇത്തരം നിലപാടുകൾ, ഇതിനെതിരെ സമൂഹം, മതനിരപേക്ഷ ചിന്താഗതിക്കാരാകെ, അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾ ശബ്ദമുയർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.